സിനിമയിലെ ആദ്യ പാട്ട് നൽകിയ ഒരു അനുഭവം ഒന്ന് പറയാമോ? എങ്ങനെയാണ് ആ പാട്ടിലേക്ക് വന്നതെന്നുള്ളത്? കല്യാണ കുറുമാനം എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലെ പെൺപൂവേ എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. അത് ദാസാറും ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമായി കമ്പോസ് ചെയ്യുന്നത്. അത് മണക്കാട് ഒരു വീട്ടിൽ വെച്ചിട്ടൊക്കെയാണ് എൻ്റെ കമ്പോസിങ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ തുടങ്ങുമ്പോൾ ഒരു 3 പാട്ട് 4 പാട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലൊക്കെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞാണ് പിന്നെ സിറ്റുവേഷൻസ് ഒക്കെ കൂടിയത്. പിന്നെ എപ്പോഴും നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കിട്ടി ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേകത എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ചെയ്യുന്നതിന് മുമ്പ് ഇത് ആര് പാടണമെന്നൊന്നും നിശ്ചയിച്ചിരുന്നില്ല. പക്ഷെ പാട്ട് കമ്പോസിങ് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പ്രൊഡ്യൂസറും എല്ലാവരും പറഞ്ഞ് ഉഗ്രനായിട്ടുണ്ട്, നമുക്ക് ദാസാറ് തന്നെ മതി. അപ്പോൾ അത് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു പാട്ട് ദാസാറ് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ട് നമുക്കൊരു പാട്ട് ഉള്ളപ്പോൾ ചിത്ര ചേച്ചിയാണ്. പിന്നെ ചിത്ര ചേച്ചി ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ്. വീടായിട്ട് നമുക്ക് അത്രയും അടുപ്പമുള്ളതാണ്, ഡാഡിയായിട്ടൊക്കെ. അപ്പം എന്നെയും അതുപോലെയാണ്, ഒരു അനിയനെന്നോ മകനെന്നോ രീതിയിലാണ് ചേച്ചിയും കാണുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു. പെൺപൂവേ എന്നാണ് ആക്ച്വലി ആ പാട്ടിൻ്റെ പേര്. പെൺപൂവേ ഇനി പേരെന്തേ കണ്ണാളേ ഇനി താരാരാ തരരാരരാരരരിരീരി തരരാരരാരരരിരീരി തരരാരരാരരരരര തരരരരര. ഞാൻ ലിറിക്സ് വിട്ടുപോയി, ഒത്തിരി വർഷമായി. അതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ട്യൂണ്. നല്ലൊരു പെപ്പി ഒരു സോങ്ങാണ്, റിതമിക് ആയിട്ടുള്ളൊരു സോങ്ങാണ്. അബ്ബാസൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അബ്ബാസും നമ്മുടെ ആങ്കർ മിഥുനുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ സിനിമ അത്രയ്ക്ക് നന്നായിട്ട് ഓടിയില്ല. അതാണ്. ചിത്ര ഏതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെയും മകന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണെന്ന്. ആ ഒരു ഒന്ന് പറയാമോ? അതായത് ശരിക്കും പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെ ആദ്യ സിനിമാ ഗാനം റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഡാഡിയാണ്. ചേച്ചിയുടെ 12ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ്. അപ്പം അത് എൻ്റെ പാളയത്തുള്ള വീട്ടിലവിടെ വെച്ചാണ് ചേച്ചി വന്ന് പാട്ട് പഠിച്ച് പോയി സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡിങ്. എനിക്ക് ഒത്തിരി കൊല്ലം മുമ്പുള്ള എനിക്ക് ഓർമ്മയുള്ള കാലത്തല്ല, അതിന് മുമ്പാണ്. സോ അതാണ് ചേച്ചി ഉദ്ദേശിച്ചത്. പക്ഷേ ആ സിനിമയല്ല, ചേച്ചിയുടെ പുറത്തിറങ്ങുന്ന സിനിമ വേറെ സിനിമയാണ്. അതുകൊണ്ടാണ് അത് ഡാഡിയുടെ പേരൊന്നും ആദ്യം അങ്ങനെ മെൻഷൻ ചെയ്തിരുന്നില്ല. പിന്നെയാണത് ഇന്ന സിനിമയാണെന്നുള്ളത് ചേച്ചി പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആ സന്തോഷമാണ് ചേച്ചി പറഞ്ഞത്. അച്ഛൻ്റെ പാട്ടിലാണ് തുടങ്ങിയത്, അത് കഴിഞ്ഞിപ്പം എൻ്റെ പാട്ടും ഇപ്പം മരക്കാറിലും ചേച്ചി പാടിയിട്ടുണ്ട്. അതും 5 ലാംഗ്വേജിലും ചേച്ചി തന്നെയാണ് ആ താരാട്ട് പാട്ട് പാടിയിരിക്കുന്നത്. ഇപ്പം ഡാഡി ഒരു പുസ്തകം എഴുതിയിരുന്നു, അതിൻ്റെ റിലീസും ചേച്ചി തന്നെയാണ് വന്ന് ചെയ്തത്. അതേ പറഞ്ഞു, ചേച്ചി അത്ര ഭയങ്കര കാര്യമാണ്. എന്നെ ഒരു സ്വന്തം മകനെ അല്ലെങ്കിൽ അനിയനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അടുപ്പമുണ്ട് ചേച്ചിയായിട്ട്. അപ്പോൾ അത് ഡാഡി കാരണമാണ് അങ്ങനെ ഒരു ഇതുണ്ടായത്. അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി ജൂനിയർ കോറൽ ഗ്രൂപ്പിൽ എന്തോ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആക്ച്വലി അങ്ങനെ സെലക്ട് ചെയ്യുന്നതും. ആ സിനിമയുടെ പേര് നീലാംബരി എന്നെങ്ങാണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പടം പുറത്തിറങ്ങിയില്ല. ചേച്ചിക്ക് ആ പാട്ടറിയാം. ആ പാട്ട് ജ്യോതിസേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ ചേച്ചി മൂളിയിട്ടുണ്ടായിരുന്നു ആ സോങ്. ഈ മരക്കാരനെ കുറിച്ച് ചോദിക്കാം. മരക്കാരന് മുമ്പേയും മരക്കാരന് ശേഷമുള്ള 2 ഒരു ജീവിതഘട്ടങ്ങളുണ്ടല്ലോ. അപ്പൊ മരക്കാരന് മുമ്പേ, മരക്കാരിലെ പാട്ടുകൾ ഏറെ ഇഷ്ടമാണ്. അപ്പൊ മരക്കാരന് മുമ്പേയുള്ള പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന രീതിയിൽ നമ്മൾ ചെയ്ത എല്ലാ പാട്ടുകളും എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നാലും കുറെ കൂടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നതും എല്ലാവരും ആദ്യം പറയുന്നതും വെണ്ണിലാവിൻ ചിറകിലേറി എന്ന് പറയുന്ന കോളേജ് ഡേയ്സിലെ സോങ്ങാണ്. ഇന്ദ്രജിത്ത് ആണ് അഭിനയിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഇന്ദ്രജിത്ത് ഗിറ്റാർ വായിച്ച് പാടുന്നൊരു സോങ്ങാണ്. അത് എവിടെ പോയാലും എൻ്റെ പേരറിയുന്നവർ ആദ്യം പറയുന്ന പാട്ട് വെണ്ണിലാവിൻ ചിറകിലേറിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ആക്ച്വലി എൻ്റെ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ
എൻ്റെത്. അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സോങ്, ഒരു 7/8 ഒരു നല്ല ഒരു മെലഡി ആണ്. ആ സമയത്ത് അത് ഭയങ്കര പോപ്പുലറായിരുന്നു. അതിന് ഈ എഫ് എമ്മിൻ്റെയൊക്കെ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ആ പാട്ടിന്. ശ്രീനി ചേട്ടനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫീമെയിൽ വേർഷനുണ്ട്, ശ്വേത പാടിയിട്ടുണ്ട്. വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ പ്രണയമുന്തിരി നീട്ടി എന്നെ വിളിച്ചതാരാണ്, ആരുമറിയാതെ ആരോരുമറിയാതെ കവിത പോലെന്നിൽ നിറഞ്ഞതാരാണ്, വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ പ്രണയമുന്തിരി നീട്ടി എന്നെ വിളിച്ചതാരാണ്. കൈതപ്രം തിരുമേനിയാണ് എൻ്റെ ലിറിക്സ്. യൂഷ്വലി കീബോർഡ് എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയാണ് എനിക്ക് പാടാനുള്ളൊരു സുഖം. പക്ഷേ ഇത് ഇന്നിപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക. ഈ പിന്നെ ആദ്യത്തെ സിനിമാ ഗാനം എന്ന് പറയുന്നത് യേശുദാസിനോടൊപ്പമാണ്. അപ്പോ യേശുദാസിനെ സംഗീതത്തിൽ ഡയറക്ഷൻ ചെയ്യാൻ പറ്റിയ ആ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം, സ്റ്റുഡിയോ അനുഭവം. തീർച്ചയായും. അയ്യോ, അതൊക്കെ ഈ സ്വപ്ന തുല്യം എന്നൊക്കെ പറയുന്ന പോലെയാണ്, ഒരു ഡ്രീം കം ട്രൂ. സിനിമ കിട്ടുക എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ പറയാൻ എത്രയോ പേരുണ്ട്. ഒരു സിനിമയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ചെറിയ അതിൻ്റെ ഒരു ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. അപ്പോൾ സിനിമ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന പടത്തിൽ ദാസാറിനെയൊക്കെ പാടിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അന്ന് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ഞാനന്ന് അവിടെ വേറൊരു വർക്കിന് ഞാൻ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് കട്ട് ചെയ്യണോ? ഓക്കെ. ഞാൻ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ഓടിച്ചെന്ന് ഞാൻ പാടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ദാസാർ വന്നു. ഒന്നാതെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ദാസാറിനെ. നമ്മൾ ഈ പാട്ട് പറഞ്ഞു കൊടുത്ത് പാടിക്കാനൊന്നും നമുക്ക് ആ ദാസാറിനെ നമുക്കൊന്നും പാടാൻ പോലും പറ്റത്തില്ല ആ സമയത്ത്. പിന്നെ ട്രാക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ശരിയാണ്. ദാസാർ വന്നിരുന്നു, പാട്ട് കേട്ടു. അതിന് നേരത്തെ തന്നെ പോയി അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ട്രാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അവന് ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ട്രാക്ക് ദാസാർ കേട്ടു. അത് കഴിഞ്ഞ പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ മാറി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഇല്ല, ഞാൻ നിന്നോളാം. അപ്പോൾ പറഞ്ഞു ഇല്ല, നീ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്, ഞാനത് പാടാൻ വന്നിരിക്കുന്നത്, നീ അവിടെ ഇരുന്ന് എനിക്കത് പറഞ്ഞു തരണം, സോ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു. എന്നാലും മനസ്സില്ലാത്തതോടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു സൈഡൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന്. പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാനൊക്കെ അതെന്ത് പറഞ്ഞു കൊടുക്കാനാണ്. കാരണം അദ്ദേഹം പാടിത്തരുന്നത് നമ്മൾ അതിലുള്ളേക്കാട്ടിയും അത്ര ഇരട്ടിയായിട്ടാണ് അതേ പാടി കിട്ടുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം ഡാഡിയായിട്ട് ഫോണിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഭയങ്കര ഒരു വലിയ ഇതാണ്. അതിനുശേഷം വേറെ എൻ്റെ 1-2 പാട്ടുകളും ദാസാർ പാടിയിട്ടുണ്ട്. ഈ സംഗീത ജീവിതത്തിൽ ഇപ്പോഴാണ് സംഘടനാ തലത്തിലേക്ക് ഏത് ഭാരവാഹിത്വം വഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു തരത്തിൽ ഭാരവാഹിത്വത്തിലേക്ക് വന്നത്? സംഘടന എന്നുള്ളത് താല്പര്യമുള്ള ഒരു മേഖലയാണ്. സംഘടന ഈ പറയുന്നത് ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയനാണ്. ഏകദേശം 8 വർഷത്തോളമായിട്ട് ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. അതങ്ങനെ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ സംഘടന പ്രവർത്തനമൊന്നും എനിക്ക് ഇതുവരെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ. ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നതാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ശരിക്കും നിൽക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ല. വളരെ ലാസ്റ്റ് മിനിറ്റാണ് പലരും പറഞ്ഞിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്തതൊക്കെ വീണ്ടും സെക്രട്ടറി ആയി. എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ടെൻഷൻസും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം നമ്മൾ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പേരടങ്ങുന്നതല്ലേ ഈ സംഘടന.
അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കണം, ആരെയും വിഷമിപ്പിക്കാതെ നോക്കണം. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കുകൊണ്ടൊക്കെ അവർക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കാത്ത കാര്യമായിരിക്കാം, അങ്ങനെയൊക്കെ ചിലപ്പോൾ വിഷമം വരാം. അതെല്ലാം തരണം ചെയ്ത് പോകണം. ഇനി ആരെങ്കിലും ഒരു സഹായമോ കാര്യങ്ങളോ ചോദിച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ ചിലവർ നിരന്തരമായി സഹായം ചോദിക്കുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് ഒരാൾക്ക് തന്നെ എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കൊരു വെറുപ്പൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ബാധിക്കുന്നത് സെക്രട്ടറിയും അങ്ങനെയുള്ളവരെയൊക്കെയാണ്. പക്ഷേ അതെല്ലാം കണ്ടുപോകണം. പിന്നെ FEFCA പോലെയുള്ളൊരു വലിയ 21 സംഘടനകൾ ചേർന്ന ഒരു വലിയ ഇതാണ്, തൊഴിലാളി ട്രേഡ് യൂണിയനാണ്. അപ്പോൾ അതുപോലെ ഒരു സംഘടനയിൽ ഒരു അതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ സെക്രട്ടറി നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അതിലെല്ലാവരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് ഇപ്പം നിൽക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും അതുപോലെ തന്നെയാണ്. ഒരു പാട്ട് ജനിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ സിങ്കർണൈസേഷൻ വേണ്ടത് അത് ഗാനരചയിതാവായിട്ടാണോ, ചിത്രത്തിന്റെ സംവിധായകനായിട്ടാണോ, ആരുമായിട്ടാണ് കൂടുതൽ ഒരു സിങ്കർണൈസേഷൻ ഉണ്ടാവേണ്ടത്? ഇതൊരു കൂട്ടായ്മയാണ്. ഇത് ആർക്കും തനിച്ച് പറ്റുന്ന ഒരു കാര്യമല്ല. ആദ്യം നമ്മൾ ഈ കഥ കേൾക്കുന്നത് അല്ലെങ്കിൽ സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത് അതിൻ്റെ ഡയറക്ടർ ആയിരിക്കാം. അതിന് ഡീറ്റെയിൽ ആയിട്ട്, കാരണം നമ്മൾ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ആണെങ്കിൽ വേറെ അദ്ദേഹം തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയും. കാരണം കൂടുതൽ അങ്ങനെ കഥ എഴുതുന്നവരെ നമ്മൾ ചിലപ്പോൾ കാണാറില്ല. ഡയറക്ടർ ആയിരിക്കും അത് എക്സാക്ട്ലി പറഞ്ഞു തരുന്നത്, അവരാണല്ലോ അത് പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യം കറക്റ്റ് ആവണം. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പറയുമ്പോഴാണ് നമ്മൾ ആ ട്യൂണിലേക്ക് പോകുന്നത്. നമ്മൾ ലിറിക്സ് എഴുതിയാണ് പണ്ടൊക്കെ, പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ട്യൂൺ ഇട്ടിട്ടാണ് ലിറിക്സ് എഴുതുന്നത്. അല്ലാതും ചെയ്യുന്നുണ്ട്, അല്ലാണ്ടും നമ്മൾ പാട്ടുകൾ ചെയ്യുന്നുണ്ട്, എന്നാലും കൂടുതലും അങ്ങനെയാണ്. അപ്പോൾ ആ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ആ ഡയറക്ടറിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ചാണ് നമ്മളൊരു ട്യൂൺ ചെയ്യുന്നത്. ആ ട്യൂൺ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിരിക്കുന്ന ലിറിക്സിസ്റ്റായിട്ടാണ്. ആ ലിറിക്സും ട്യൂണും പിന്നെ ബ്ലെൻഡായില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആ ട്യൂണിന് പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ഉള്ള എല്ലാവരും വളരെ ഭംഗിയായിട്ട് എഴുതുന്നവരും ഓപ്ഷൻസൊക്കെ നമ്മൾ പറഞ്ഞ വേറൊരു ഓപ്ഷനൊക്കെ തരുന്നവരാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലിറിക്സിന് അവർക്ക് ചിലപ്പോൾ 2-3 പല്ലവിയൊക്കെ എഴുതി തരേണ്ടി വരും. പണ്ട് അങ്ങനെയല്ല, ഒരു പാട്ട് എഴുതി തന്നിട്ട് പാട്ടം കമ്പോസ് ചെയ്താൽ മതി. ഇതിപ്പോൾ തിരിച്ചാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, നമ്മൾ സൗണ്ടിങ് ഭയങ്കരമായിട്ട് നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ലിറിക്കൽ സൗണ്ടിങ്ങും നോക്കാറുണ്ട്. മ്യൂസിക്കലി ടോൺസിൻ്റെ മാത്രമല്ല, ചില വാക്കുകൾ ഇപ്പോൾ താരാ എന്ന് പാടുമ്പോൾ ദൂരേ എന്ന് പാടുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ജസ്റ്റ് ഒരു അകലേ എന്നൊക്കെ പാടാം. അപ്പോൾ പക്ഷേ എന്തെങ്കിലും വരുന്ന വാക്കുകളാണെങ്കിൽ നേരം എന്നൊക്കെ പാടുമ്പോൾ ഈ കുറച്ചും കൂടെ ഓപ്പൺ സൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ, ഇതൊരു വെറുതെ ഒരു ഡമ്മി എക്സാമ്പിൾ പറയുന്നതാണ്, വേറെ തരത്തിലില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ അവരോടും ചോദിക്കാറുണ്ട്, അങ്ങനെ വാക്കുകൾ കിട്ടിയെന്നല്ല, അങ്ങനെയുള്ള ഒരു ഓപ്പൺ വേർഡ്. ഈ വരുന്ന ആ ഒരു സിംഗിൾ ലിറിക്സ് റൈറ്ററും മ്യൂസിക് ഡയറക്ടറും തമ്മിൽ ഭയങ്കരമായിട്ട് ആവശ്യമാണ്. കാരണം അത് നന്നായില്ല, ഇപ്പോൾ ലിറിക്സ് റൈറ്റർ ഇത് മതി എന്ന് തീരുമാനിച്ച് തരികയാണെങ്കിൽ പിന്നെ ഇതെല്ലാം നമ്മൾ റെഡി ആയാലും ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അദ്ദേഹത്തിൻ്റെ കഥയായിട്ട് ചേരുന്നുണ്ടോ എന്നൊക്കെയുള്ള ശരിക്കും അതും വലിയൊരു കാര്യമാണ്. ചിലപ്പം ഡയറക്ടറിന് ലിറിക്സ് വൈസ് ഓക്കെയാണ്, പിന്നെ നിങ്ങൾ തമ്മിൽ കറക്ഷൻ ചെയ്തോളൂ എന്ന് പറയും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുകൾ മാറ്റം ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറയും, അത് ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ സിംഗറായിട്ട് വരുന്നത്. ആ സെലക്ഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാട്ടിന് ഇന്നിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. പിന്നെ ഇന്ന പാട്ട് ഇന്ന ആൾ പാടണം എന്ന് ഇന്ന് ഒരു നിർബന്ധവും ഇല്ല. പാട്ട് നന്നാവുക എന്നുള്ളതാണ്. പണ്ട് നമുക്ക് വിരലിൽ എണ്ണാവുന്ന സിംഗേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. അവർ ഇന്ന ആൾ പാടണം എന്നൊന്നും ആരും പറയാറില്ല. മൊത്തത്തിൽ ഇപ്പം നമ്മൾ ഓഡിയോ കമ്പനീസിലൊക്കെ പോയാലും അവർ പിക്ചറൈസേഷനും ഒക്കെ നോക്കി, സ്റ്റാറിങ് ഒക്കെ നോക്കിയിട്ടാണ് ആ പാട്ട് എടുക്കുന്നത്. അപ്പോൾ ആ പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അവരത് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ സിംഗറിനെ സെലക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന് അനുയോജ്യമായ ഒരാളെ തിരഞ്ഞെടുത്ത് കണ്ടെത്തി അയാളുടെ ഒരു നല്ല ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് നമ്മൾ കണ്ടെത്തി എടുക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്.
അതൊക്കെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. എങ്ങനെ നമ്മൾ പാടിച്ചെടുക്കുന്നു, എങ്ങനെ നമ്മൾ അതിനെ നന്നാക്കി എടുക്കുന്നു, അതിൻ്റെ ഫീൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു, അത് മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതെല്ലാം ഒത്തു വന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഏറ്റവും നന്നായി ചെയ്യുക. ഇത് എല്ലാത്തിലും ഉണ്ട്. സൗണ്ട് മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ, സോങ് മിക്സ് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും മിക്സിങ് ശരിയായില്ലെങ്കിൽ പോയി. സോങ് മിക്സ് ചെയ്യുന്ന ഇത്രയൊക്കെ നമ്മൾ നോക്കി എന്ന് വിചാരിക്കുക, കൊണ്ട് സോങ് മിക്സ് ചെയ്യുന്നിടത്ത് നമ്മൾ നന്നായിട്ട് വന്നില്ലെങ്കിലും അപ്പം ഇന്ന് അതെല്ലാം, പിന്നെ മാത്രമല്ല ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയാം. ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് വരെ ഇപ്പോൾ നല്ല പാട്ട്, പക്ഷേ എൻ്റെ സൗണ്ട് മിക്സിങ് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സിനിമ കാണുമ്പോൾ BGM ശരിയല്ല, എഡിറ്റിംഗ് ശരിയല്ല, അതിൻ്റെ കളറിങ് ശരിയല്ല. ഇന്ന് എല്ലാവർക്കും ഇതെല്ലാം മൊബൈലിൽ വിരൽത്തുമ്പിൽ ഉള്ളതുകൊണ്ട് അവർ തന്നെ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇതറിയാം. സോ നമ്മളിപ്പോൾ കൂടുതൽ കെയർ എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആക്കി നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളിടത്താണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതെല്ലാം കൂടി വരുന്ന ഒരു കൂട്ടായ്മയിലാണ് ഇതിരിക്കുന്നത്. ഈ ഗായകൻ അല്ലെങ്കിൽ ഗായിക അവരെ ചൂസ് ചെയ്യാനുള്ള അവകാശം സംഗീത സംവിധായകന് കിട്ടാറുണ്ടോ അവസരം? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ സംഗീത സംവിധായകർക്കും കിട്ടാറുണ്ട്. ഡയറക്ടേഴ്സ് അവരുടേതായ അഭിപ്രായം ഈ പാട്ട് ഇന്ന വ്യക്തിയാണെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ചിലപ്പോൾ പ്രൊഡ്യൂസറിന് പിന്നെ ആഗ്രഹം മൂത്ത് വരുന്നവരുണ്ടാകും. ചില പ്രൊഡ്യൂസറിന് ഈ പാട്ട് ഇന്ന ആൾ പാടണം, ചിലപ്പോൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെജൻഡ് അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കണമെന്ന് ആഗ്രഹം, അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ അത് എല്ലാം കൂടി ഒത്ത് വരുമ്പോഴാണ് നേരെയാവുന്നത്. ഇപ്പം ആ ക്യാരക്ടറിന് അദ്ദേഹത്തിൻ്റെ വോയിസ് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരു യങ് ആളാണ് അഭിനയിക്കുന്നത്, പക്ഷേ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു വോയിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചേരില്ല. അപ്പം അത് പക്ഷേ ഇത് എന്നിൽ മാത്രം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിൽ മാത്രം നിൽക്കുന്നില്ല. ആ സംവിധായകനും അതിൻ്റെതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അഭിപ്രായങ്ങൾ നമ്മൾ മ്യൂസിക് ഡയറക്ടർ മാത്രമായിട്ടും അല്ല ഇന്നാളെ പാടത്തെ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത്. സംവിധായകനും പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്. മെയിൻലി സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇന്നാള് നമ്മൾ ഓപ്ഷൻസ് ചോദിക്കാറുണ്ട്, അതനുസരിച്ച് ഫിക്സ് ചെയ്യുന്നതൊക്കെ. ഒരു പാട്ട് പാടാൻ വേണ്ടി പോയിട്ട് ഒത്തിരി പാട്ടുകൾ പാടിയ ഒരു സിനിമ, അതും മലയാളത്തിലെ ഒരു മെഗാ ഒരു സിനിമ, അതും നമ്പർ 1 ആയിട്ടുള്ള നടൻ മോഹൻലാലും നമ്പർ 1 ആയിട്ടുള്ള സംവിധായകന്റെ സിനിമ, മരിക്കാർ എന്നുള്ള സിനിമ. ആ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയാണ്, അതൊന്നും പറയാമോ? ആ സിനിമയിലേക്കുള്ള വരവ് പറയുമ്പോൾ അതിന് മുമ്പുള്ള കഥകൾ പറയേണ്ടി വരും. അതായത് എൻ്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു പ്രിയൻ സാറിനെ പരിചയപ്പെടുക എന്നുള്ളത്. അതെനിക്ക് സാധിച്ചു തന്നത് MG ശ്രീകുമാറേട്ടനാണ്. ഞാൻ ആ ശ്രീകുമാറേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊക്കെ കീബോർഡിസ്റ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാഞ്ചീപുരം എന്ന് പറയുന്ന സിനിമ, തമിഴ് സിനിമ, നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. ആ സിനിമയുടെ വർക്കിനായിട്ട് ചെന്നൈയിൽ ചെന്നപ്പോഴാണ് ഞാൻ പ്രിയൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അത് വർക്ക് ചെയ്തു. അതിനുശേഷം അറബി ഒട്ടകം മാധവൻ നായർ വർക്ക് ചെയ്തു. അറബി ഒട്ടകം മാധവൻ നായർ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ അദ്ദേഹത്തിനെ കണ്ട് ഒരു അടുപ്പമായി. അത് കഴിഞ്ഞ് ശ്രീകുമാറിൻ്റെ കൂടെ തന്നെ ആമയും മുയലും വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള 3 സിനിമകൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് 1-2 ആഡും അദ്ദേഹത്തിൻ്റെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഒപ്പം എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി എന്നെ പെട്ടെന്ന് വിളിക്കുക. അത് ആക്ച്വലി നമ്മുടെ രാധാകൃഷ്ണൻ, MG രാധാകൃഷ്ണൻ സാറിൻ്റെ മകൻ, എൻ്റെ വലിയൊരു വെൽവിഷറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ആക്ച്വലി വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് പ്രിയൻ സാറ് പെട്ടെന്ന് എന്നെ വിളിക്കുന്നു പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ചെന്നൈയിൽ നെക്സ്റ്റ് ഡേ രാവിലെ എത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഓൾറെഡി അതൊരു വേറെ തമിഴിലെ മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് തമ്മിൽ എന്തോ സിങ്ക് ആയില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ചെല്ലുന്നത്. ആ ഒപ്പമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ 5 സിനിമകൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. ഒപ്പത്തിൻ്റെ അവിടെ ചെല്ലുന്നു, ഒപ്പത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. അത് ഒരു 10 ദിവസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയത്.
അതിൽ മറ്റേ മ്യൂസിക് ഡയറക്ടറിൻ്റെ മ്യൂസിക്കും യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മാത്രമല്ല. പക്ഷെ കുറേ പോർഷൻസ് ഏകദേശം ഒരു 70% ഞാൻ മാറ്റി ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒപ്പം സിനിമ കഴിഞ്ഞപ്പോൾ പ്രിയൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത 2 സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ റോണി ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ നിമിർ എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയ്ക്ക് എൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ വിളിച്ചു. അങ്ങനെ നിമിർ ചെയ്തു. നിമിർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് ഹിന്ദി സിനിമയായിരുന്നു, അനാമിക എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ ചെയ്യാനായിട്ട് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വിളിച്ചു. ആ സിനിമയിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉള്ളൂ, സോങ്സ് ഒന്നുമില്ല. ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, എൻ്റെ ക്ലൈമാക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരക്കാർ ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ സാറിൻ്റെ അടുത്ത് അങ്ങനെ ഈ മരക്കാറിന് വേണ്ടിയിട്ട് ചാൻസോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിമിറിൻ്റെ സമയത്ത് ഞാൻ ഒരിക്കൽ അല്ലാണ്ടുള്ളൊരു കോൺവെർസേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും എനിക്ക് സാറിൻ്റെ പടത്തിൽ ഒരു പാട്ടെങ്കിലും ചെയ്യണമെന്ന്. അത് കാഷ്വലി അങ്ങ് പറഞ്ഞു പോയതാണ്. കാരണം അതിൽ ഒരു തീം മ്യൂസിക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇത് നമുക്കൊരു ട്യൂണാക്കിയാൽ കൊള്ളാലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു, ഈ പറയുന്ന ഹിന്ദി പടവും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ക്ലൈമാക്സ് സമയത്താണ് എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം രാത്രി റൂമിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെ സാറിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ എഡിറ്റിംഗ് റൂമിൽ വന്നിട്ട് പറയുന്നത്, നാളെ എന്തായാലും വർക്ക് തീരുകയല്ലേ, എന്തായാലും എക്യുപ്മെൻ്റ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ, മരക്കാറിൽ 2 പാട്ട് റോണി ചെയ്യും എന്ന് പറയുന്നത്. സോ അത് ഒരു വല്ലാത്ത നിമിഷമായിരുന്നു. ഈ നമ്മൾ പറയുന്ന പോലെ ഒന്നും കാണാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ബ്ലാങ്കായി പോയി. ഞാൻ കാരണം അങ്ങനെ ഒരു വാക്ക് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരു പാട്ടെങ്കിലും ചെയ്യാൻ സാറ് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴാണ് വന്ന് 2 പാട്ട് ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ് മരക്കാറിലേക്ക് എത്തുന്നത്. എൻ്റെ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. താരാട്ട് പാട്ടാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഇളവയിൽ എന്ന് പറഞ്ഞ പാട്ട് കമ്പോസ് ചെയ്യുന്നു. ഇളവയിൽ ഈ നിമിറിൽ ചെയ്ത ഒരു തീം മ്യൂസിക്കിൻ്റെ വേറെ വേർഷനാണ് ആക്ച്വലി. അതിൽ നായികയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു തീം മ്യൂസിക് ഉണ്ട്. അതിൻ്റെ ഒരു സ്ലോ വേർഷനായിട്ടാണ്. അതിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ, അത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തിരുന്നു. അതിനാണ് പിന്നെ ഇളവയിലകളിലൊരു അങ്ങനെ ആക്കിയത്. അപ്പോൾ അങ്ങനെ 2 പാട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഞാൻ ബാക്കി ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. എൻ്റെ ബാക്കി ലൈവും കാര്യങ്ങളും മീൻവൈൽ ലിറിക്സും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് അടുത്ത സിറ്റുവേഷൻ തന്നു എനിക്ക്. അത് ഞാൻ ആക്ച്വലി ഈ റൂമിൽ ഇവിടെ ഇരുന്നാണ് കമ്പോസ് ചെയ്തത്. അതാണ് കണ്ണിൽ എൻ്റെ എന്ന് പറഞ്ഞിട്ട് പാട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ടൊക്കെ നടക്കുമായിരുന്നു. ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്നെ ഒരു ദിവസം ഹൈദരാബാദിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് നീ എൻ തായ എന്ന് പറയുന്ന സോങ് കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ 2 പാട്ടെന്ന് പറഞ്ഞു, പിന്നെ 4 പാട്ടായി. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് എൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴാണ് പിന്നെ 5ാമത്തെ ഒരു ബിറ്റ് സോങ് കൂടെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എല്ലാ പാട്ടും ഞാൻ തന്നെയായി. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു മുകളിലൊരാളുണ്ട്, ഇതിന് നിമിത്തമാവാൻ ഓരോരുത്തരുണ്ട്, ശ്രീമാരാട്ടൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ രാധാകൃഷ്ണനൊക്കെ ഒരുപാട് നമ്മൾ ആ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓരോ വഴി എനിക്ക് തുറന്നു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും തീർച്ചയായിട്ടും. അവരെല്ലാം കൊണ്ടും ഒത്തു വന്നിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നു. സ്റ്റിൽ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹിന്ദി പടം തന്നെ ഹംഗാമ 2 എന്ന് പറയുന്ന ഹിന്ദി പടം ചെയ്തു. ഇപ്പോൾ വീണ്ടും പ്രിയൻ സാറിൻ്റെ കൂടെ ഭൂത് ബംഗ്ല എന്ന് പറയുന്ന അക്ഷയ് കുമാറിൻ്റെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരിക്കലും എന്നും ഇത് ഓർമ്മയിലും കാര്യങ്ങളും ആ ഒരു നന്ദിയും എൻ്റെ ഒരു ദൈവത്തെ പോലെ ഞാൻ കാണുന്നത്. കാരണം അങ്ങനെയൊക്കെ ഒരു അവസരം എന്നെ പോലെ ഒരു വ്യക്തിക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്നും എൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടാവും. കണ്ണിലെന്റെ കണ്ണിറഞ്ഞു കാണണം. അപ്പൊ അങ്ങനെ ആ ട്യൂൺ ഞാൻ സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ഡമ്മിയൊക്കെ ഇട്ട് ടച്ച് ചെയ്തത്. അപ്പൊ ഈ ഒരു മെലഡി മാത്രം ഞാൻ ചെയ്ത് വിധു ആണ് എൻ്റെ ട്രാക്ക് പാടിയത്. അപ്പോൾ വിധു ഞാനും സ്കൂളിൽ തൊട്ട് എൻ്റെ ഒരു വർഷം ജൂനിയറാണ്. ഭയങ്കര നമ്മൾ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ വിധു വന്ന് ട്രാക്ക് പാടി തന്നു.
ഞാനിത് പ്രിയൻ സാറിന് അയച്ചു. അപ്പം ഈ ഒരു മൂഡല്ല ആക്ച്വലി പ്രിയൻ സാർ പറഞ്ഞിരുന്നത്. എന്നാലും ഞാൻ അത് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് കുറച്ചൊരു വേറെ ടൈപ്പ് സോങ് ആണ്, സാർ ഒന്ന് കേട്ട് നോക്ക്, ഓക്കെ അല്ലെങ്കിൽ വേറെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഗ്രനായിട്ടുണ്ട്, ഇത് മതി. പക്ഷെ ഇതിൽ എങ്ങനെയാ സൂഫി മിക്സ് ചെയ്യാൻ പറ്റുക, നമുക്ക് ബിഗിനിങ്ങും എൻഡിലും ഇത് വേണം. ഞാൻ പറഞ്ഞു, സാറ് ട്യൂൺ ഓക്കെ ആണെങ്കിൽ അത് മിക്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് പക്ഷെ കുറച്ചും കൂടെ ഒരു താളത്തിൽ എനർജറ്റിക് ആയിട്ടുള്ളൊരു പോർഷൻ വേണം, സോങ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞാണ് ആ സോങ് പിന്നെ നമ്മൾ ആ രീതിയിൽ ചെയ്തത്. സൂഫി പോർഷനൊക്കെ പാടിയത് സിയ ഉള്ളക്കാണ്. ആ പാട്ട് പിന്നെ മെയിൽ വോയിസ് പാടിയിരിക്കുന്ന വിനീതും ശ്വേതയും കൂടെയാണ്. മറ്റ് ലാംഗ്വേജിൽ ശ്വേത പാടിയിട്ടുണ്ട്, പക്ഷെ കാർത്തിക്കാണ് അതിൻ്റെ ബാക്കിയുള്ള ലാംഗ്വേജിൽ ചേരിക്കുന്നത്. മരക്കാറ് വലിയൊരു അനുഭവമായിരുന്നു. കാരണം 5 ഭാഷയിൽ നമുക്ക് ഈ സോങ് ചെയ്യാനായിട്ടൊരു, സാധാരണ മലയാളം എടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ വേറെ കൊടുത്തിട്ട് അവർ തന്നെ ചെയ്യാം. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല, ഞാൻ തന്നെയാണ് 5 ലാംഗ്വേജിലും വോയിസ് എടുത്തതും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ചിത്ര ചേച്ചി 5 ഭാഷയിൽ പാടി. പിന്നെ ഇതിൽ 5 ലാംഗ്വേജിൽ പാടിയത് പിന്നെ ഒന്ന് രേഷ്മയാണ്, നീ ഏൻ തായ എന്ന് പറഞ്ഞ സോങ്ങും. വിഷ്ണുരാജ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയും, അത് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്ന അത് 5 ലാംഗ്വേജിലും ഒരാളാണ് പാടി. ബാക്കിയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. വിനീത് പാടിയത് കാർത്തിക് പാടി, ശ്രീമാരട്ടൻ പാടിയത് സത്യപ്രകാശാണ് പാടിയത്, ശ്രേയാ ഘോഷൽ പാടിയത് ആ പോർഷൻ ചിന്മയിയാണ് പാടിയത്. അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു ഭയങ്കര, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ലിറിക്സും ഇളവയിൽ പ്രഭാർമ സാറാണ്, മറ്റേതൊക്കെ ഹരിനാരായണനാണ്, ഒരു പാട്ട് പ്രിയൻ സാറ് തന്നെയാണ് എഴുതിയത്. അപ്പോൾ അതൊക്കെ തെലുങ്കും ഹിന്ദിയൊക്കെ വേറെ ആൾക്കാരാണ്, എനിക്ക് എല്ലാവരുടെയും പേര് അത്ര ഫെമിലിയർ അല്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് പ്രോസസ്സായിരുന്നു. ഈ കാഞ്ചീപുരം എന്നുള്ള സിനിമ ഞാൻ അത് ചോദിക്കാൻ പറ്റുക. കാഞ്ചീപുരം എന്നുള്ള സിനിമ വളരെ ഗംഭീരമായ പ്രദർശനം, മറ്റൊരു ഫോർമാറ്റുള്ള സിനിമയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ടാഗോർ വെച്ചിട്ട് അന്ന് കാണാൻ വേണ്ടിയിട്ട് അത് ഞാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത സിനിമയാണ്. പുള്ളി പ്രകാശ് രാജ് അഭിനയിച്ചത്. അപ്പോൾ ഈ കാഞ്ചീപുരം എന്ന സിനിമയിൽ ആദ്യമായിട്ട് പാട്ട് പാടാൻ ഉണ്ടായ ആ സാഹചര്യം പറയാം. കാഞ്ചീപുരം സിനിമ ഞാനല്ല മ്യൂസിക്, അത് MG ശ്രീമാറാണ് മ്യൂസിക്. ഞാനത് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിൽ സോങ്ങും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ബാക്ക്ഗ്രൗണ്ട് സോങ് ചെയ്തപ്പോൾ ഞാൻ പ്രിയൻ സാറിനെ കണ്ടിട്ടില്ല, കാരണം അത് നമ്മൾ ട്രിവാൻഡ്രത്ത് ഇരുന്നാണ് കമ്പോസ് ചെയ്തതൊക്കെ. ശ്രീമാരുടെ കമ്പോസിങ്, എൻ്റെ പ്രോഗ്രാമിങ് എല്ലാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സമയത്താണ് ചെന്നൈ പോയിട്ട് പ്രിയൻ സാറിനെ അവിടെ വെച്ച് കാണുന്നതും അവിടെ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് അങ്ങനെ പ്രിയൻ സാറിൻ്റെ ഇതൊക്കെ ഒന്ന് അടുത്ത് നമുക്ക് കാണാനും അദ്ദേഹത്തിനുള്ള വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അത് ശ്രീമാറാട്ടനാണ് അതിൻ്റെ മ്യൂസിക്. അതിനും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ അതിനെ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് പഴയ കാലഘട്ടമാണ്, പിന്നെ പല മ്യൂസിക്കും അങ്ങനെ നമ്മളൊരു ക്ലാസിക്കൽ വെസ്റ്റേൺ മിക്സ് ചെയ്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫ്യൂഷൻ ടൈപ്പ് മ്യൂസിക് ഓർക്കസ്ട്രലാണ്, സ്റ്റിൽ നമ്മൾ ആ രീതിയിലൊക്കെ ബാക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത് കാരണമാണ് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ നിമിറിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രിയൻ സാറായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒപ്പമാണല്ലോ സാറായിട്ട് എനിക്കിങ്ങനെ ഒരു നിമിറും ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞു ഇല്ല, ഞാൻ കാഞ്ചീപുരം സമയത്തെ നിന്നെ നോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയം അതുകൊണ്ടാണ്, അതായിരിക്കാം അതിങ്ങനെ എൻ്റെ ഒരു വർക്ക് പാറ്റേണൊക്കെ സാർ അവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ സാറിൻ്റെ സ്റ്റുഡിയോയിലിരുന്നാണ് ബാക്കിയുള്ള സിനിമകളൊക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ. അപ്പോൾ അദ്ദേഹം ഡെയിലി വരും, എൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യും, ഞാൻ ചെയ്ത വർക്ക് കേൾക്കും, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ അടുത്തിരുന്ന് അദ്ദേഹത്തിന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര പാഷനായിട്ടുള്ള ആളാണ്. അദ്ദേഹം കേൾക്കാത്ത മ്യൂസിക് ഇല്ല, കാണാത്ത സിനിമകളില്ല. വേൾഡ് വൈഡ് മ്യൂസിക്കും സിനിമയൊക്കെ കാണുന്ന എല്ലാം അത്ര അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പം ഞാനിപ്പോൾ ഹെഡ്ഫോൺ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വരുമ്പോൾ ഞാനത് മാറ്റി സ്പീക്കറിലിട്ട് വർക്ക് ചെയ്യും. അപ്പം അദ്ദേഹം ഇതേപോലെ ഇതെന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അത് എനിക്കും നമുക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര രസമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഷാജി കൈലാസ് സാറും അതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്സിലൊക്കെ ഒരു മ്യൂസിക്കൽ എന്ന് വെച്ചാൽ ഒരു ടെമ്പോ ഇങ്ങനെ ഉണ്ടാവും ഷോട്ടൊക്കെ.
അതുപോലെ തന്നെ പ്രിയൻ സാറിൻ്റേത് ഒരു മ്യൂസിക്കലായിരിക്കും. ആ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിനൊരു മ്യൂസിക്കിന് നല്ല സ്പേസ് ഉണ്ടാവും. അതിനൊരു ഒരു ഒരു ഭയങ്കര ഒരു ജേണി പോലെ ഇരിക്കും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രത്തോളം സംഗീതം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ മ്യൂസിക് ചെയ്യുമ്പോഴും നമുക്കും ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാവും അതിൽ. മരിക്കാറിന് ശേഷം മോഹൻലാലിന്റെ പടം ചെയ്താണല്ലോ. മോഹൻലാലായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ആ കഥ ഒന്ന് പറയാം. അല്ല, ലാൽ സാറായിട്ട് അങ്ങനെ ഭയങ്കര അടുപ്പം എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴല്ല. 2004 ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു ഷോ, ഗൾഫ് ഷോ ഉണ്ടായിരുന്നു, മൊഹബത്ത് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് ഞാൻ ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. ലാൽ സാറിൻ്റെ ഷോ ആയിരുന്നു. 1 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴും ലാൽ സാറിൻ്റെ ഞാൻ കട്ട ഫാനാണ്. അപ്പോൾ അന്ന് തന്നെ അങ്ങനെ ഒരു ഷോയിൽ എന്നെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ അവിടെ നിന്ന് കീബോർഡിസ്റ്റായിട്ട് വിളിച്ചപ്പോൾ ഒന്നും നോക്കാണ്ട് നമ്മൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത്. കാരണം അദ്ദേഹത്തിൻ്റെ ഷോ അല്ല, പിന്നെ അത് വലിയൊരു ഷോ ആയിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ജയറാമേട്ടൻ, സിദ്ദിഖേട്ടൻ, ജഗതി ചേട്ടനൊക്കെ ഒരുപാട് ഭയങ്കര ആർട്ടിസ്റ്റുകളുള്ള ഒരു ഷോ ആയിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ കുവൈറ്റിലാണ് ആദ്യത്തെ ഷോ. കുവൈറ്റിൽ ചെന്നപ്പോഴേക്കും ഇങ്ങനെ പുള്ളി അദ്ദേഹം എല്ലാവരും മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ പേര് വിളിച്ചായിരുന്നു. ഞാനിപ്പോൾ ഞെട്ടിപ്പോയി, എൻ്റെ പേര് അദ്ദേഹം എല്ലാവരെയും പേരൊക്കെ വിളിച്ച് ഭയങ്കര നമ്മളൊക്കെ ഇത് ഭയങ്കര കൂളാക്കും, കംഫർട്ടാകും. അത് കഴിഞ്ഞ് ആ ഷോ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു വാച്ച് ഗിഫ്റ്റായിട്ട് തന്നു, ഒരു ഗോൾഡ് കോയിൻ അദ്ദേഹം ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകളാണ്. അതിന് ശേഷം പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഷോയ്ക്കും അദ്ദേഹത്തിനെ കണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ പലയിടത്തും വെച്ച് നമ്മളിങ്ങനെ കാണും. പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ ഒന്ന് ചെന്ന് സംസാരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ടാലും ഇനി ഓർമ്മ കാണുമോ, അടുത്ത് ചെല്ലുമ്പോൾ ഇനി അങ്ങനെയൊക്കെ ഒരു ചെമ്പലും പേടിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഈ ഒപ്പം ശരിക്കും പറഞ്ഞാൽ ഒപ്പത്തിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറൊരു സിനിമ ചെയ്യാൻ വന്നായിരുന്നു, ലാൽ സാറിൻ്റെ നീരാളി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സിനിമ ആക്ച്വലി പടം പോയി കണ്ടു, ഡയറക്ടറായിട്ട് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ലാലേട്ടൻ അവിടെ ഡബ് ചെയ്യാൻ വന്നിരുന്നു എറണാകുളത്ത്. അപ്പോൾ ഒത്തിരി വർഷമായി ലാലേട്ടനെ പിന്നെ ഞങ്ങളെ കണ്ട് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ സന്തോഷ് കുരുള ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷ് ചേട്ടൻ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് ലാൽ സാറിനെ ഒന്ന് കാണണം, ഒരു സ്റ്റില്ലെടുക്കണം, ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ തമ്മിൽ പരിചയമില്ല. അപ്പോൾ ഒപ്പം ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയം ഞാൻ പറഞ്ഞ് പരിചയമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എന്നെ ഓർമ്മ കാണില്ല, എനിക്ക് അതുകൊണ്ട് പരിചയം പുതുക്കണം. പിന്നെന്താ റോണി നിൽക്കില്ല, ഇപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കോറിഡോറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലാൽ സാറ് ആ ബൂത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും സന്തോഷേട്ടൻ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞപ്പോൾ അതേ റോണി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കിക്കോ ഈ നീരാളി ഒപ്പം നമ്മളൊക്കെ ചെയ്ത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കടിച്ചോണ്ട് പോയത്, അതുപോലെ നീരാളി കഴിയുമ്പോൾ റോണി ആയിരിക്കും ഫുൾ പേരും കൊണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അത് വല്ലാത്തൊരു നിമിഷമാണ്. അപ്പം ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു, ഫോട്ടോ എടുത്തു. പക്ഷേ എനിക്ക് ആ നീരാളി വർക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ നീരാളി അവർ പറഞ്ഞ അതിൻ്റെ ഒരുപാട് ഗ്രാഫിക്സ് ഒക്കെ ഉള്ള വർക്കായിരുന്നു. എനിക്ക് ആ പടം വർക്ക് ചെയ്യാൻ അതേ സമയത്ത് എനിക്ക് US ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ തള്ളി മാറി പോയി. ആ സമയത്ത് എനിക്ക് ആ ഷോ ഞാൻ അതിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത ഷോയാണ്. അപ്പോൾ അതും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോയ്ക്ക് ഇവിടെ നിന്ന് പോയി ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ആ പടം ഫൈനൽ എനിക്ക് റീറെക്കോർഡിങ്ങിന് വരുന്നത്. അപ്പം ഞാൻ വരുന്നവരെ തിരിച്ച് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് അത് വെയിറ്റിംഗ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പടം റിലീസും ഒക്കെ ഡേറ്റ് വെക്കുക, അങ്ങനെ എനിക്ക് ആക്ച്വലി വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഇതുണ്ടായി. പ്രിയദർശനായിട്ടുള്ള പുതിയ സിനിമയെ കുറിച്ചുള്ള അല്ല, അതിപ്പോൾ ഒന്നും പുറത്ത് പറയാറായിട്ടില്ല. ഭൂത് ബംഗ്ല എന്നാണ് സിനിമയുടെ പേര്. അക്ഷയ് കുമാറാണ് ഹീറോ. അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ സിനിമയുണ്ട്. അതാണ് ഒരു വലിയ പ്രോജക്റ്റ് എടുത്തത്. പിന്നെ എല്ലാ പ്രോജക്റ്റും വലുത് തന്നെയാണ്. ഞാൻ ആ സ്കെയിൽ വൈസ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ രാജസേനൻ സാറ് കഥ എഴുതുന്ന റെജി പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പാമ്പള്ളി നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടറിൻ്റെ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്നുണ്ട്.
പിന്നെ രതീഷ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇത് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോൾ ഓൺ ഗോയിങ് പ്രോജക്ട്സ്. അപ്പോ റോണി റാഫേൽ ഇനി ബോളിവുഡിലേക്ക് അല്ലേ? ബോളിവുഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ചെയ്തു, ഈ ഹംഗാമ ചെയ്തല്ലോ പ്രിയൻ സാറിന്റെ. അതിന് മുമ്പ് അനാമിക എന്ന് പറഞ്ഞിട്ട് ഹിന്ദി പടവും ചെയ്തു. അതെല്ലാം പ്രിയൻ സാർ തന്നെയാണ് കാരണക്കാരൻ. വീണ്ടും ഇപ്പൊ വീണ്ടും ബോളിവുഡിലേക്ക് എന്ന് പറയേണ്ടി വരും. അതെ അതെ. അല്ല, നമ്മള് ഒരു മലയാളത്തിൽ ഒരു പടം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു അവസരം നല്ലത് കിട്ടുമോ എന്നൊക്കെ വിചാരം മലയാളത്തിൽ കിട്ടി. മലയാളത്തിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്യ ലാംഗ്വേജ് ഏതെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഒരു തമിഴ് പടം ആർവം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആദ്യമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ചെയ്യാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കന്നഡയിലും പല മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ കന്നഡ ചെയ്തു. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകത. ഗണ്ണെന്നാണ് സിനിമയുടെ പേര്. എനിക്കതിൽ ബെസ്റ്റ് മ്യൂസിക് കമ്പോസറൊക്കെ മിർച്ചി മ്യൂസിക് അവാർഡ്സൊക്കെ കിട്ടിയതാണ്. അപ്പോൾ കന്നഡ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് മൂവി ബിജു വിശ്വനാഥ് സാറ് ഡയറക്റ്റ് ചെയ്ത മാരത്തോൺ എന്ന് പറഞ്ഞിട്ട് അതിലും എൻ്റെ മ്യൂസിക് ഉപയോഗിക്കാൻ ഉള്ളൊരിത് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെയും ഈ ആക്ച്വലി നിമിർ എന്ന് പറഞ്ഞ പടം പ്രിയൻ സാറിൻ്റെ ചെയ്തത് അവിടെ ഭയങ്കര ആർആറൊക്കെ ഒരുപാട് സംസാരിച്ച് ഒന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറത്ത് എനിക്ക് V1 മർഡർ കേസ് എന്നൊരു തമിഴ് മൂവി ചെയ്തു. ആ പടവും അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മരക്കാറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ തന്നെ ബാക്കി വർക്കുകളൊക്കെ ചെയ്ത RP ബാല അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ലവ് എന്ന് പറഞ്ഞ മറ്റു ബോയ്സിൽ ഭരത് അഭിനയിച്ച സിനിമ ചെയ്തു. അതേ സമയത്ത് അവിടെ തന്നെ വസന്ത ബാലൻ അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത ഡീമൻ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. എൻ്റെ രമേഷ് പഴനിവേൽ എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പടം ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു പടം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു ലാംഗ്വേജിൽ ഏതെങ്കിലും സാധിക്കുമെന്ന് ഇങ്ങനെയൊക്കെ ദൈവം കൊണ്ടു തരുന്നുണ്ട്. ആ സമയത്താണ് പ്രിയൻ സാറ് ഹിന്ദി പടം ചെയ്യാൻ പറയുന്നത്. അത് ആദ്യം ചെയ്തപ്പോൾ ആ ഒരു പടമായിരുന്നു. പിന്നെ ഹംഗാമ 2 ചെയ്യാൻ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇതൊക്കെ നമ്മളിലേക്ക് വന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുകയാണ് ഇവരുടെയൊക്കെ ഇതുകൊണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലേ, ഇത്രയും പറ്റുന്നില്ലേ, തീർച്ചയായിട്ടും ഒരു വലിയ സംഭവമാണ്. ബോളിവുഡിലേക്ക് പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതെ 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 അത് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു പ്രിയൻ സാറിൻ്റെ ഒരു കോൺഫിഡൻസും ഉണ്ടാവും. കാരണം നമ്മളെപ്പോലെ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അദ്ദേഹത്തിന് എൻ്റെ അടുത്തുള്ളൊരു ഇഷ്ടവും ഇതൊക്കെ കൊണ്ടാണല്ലോ. പിന്നെ നമ്മുടെ ഒരു ഹാർഡ് വർക്കും കൂടെ ആകുമ്പോൾ അതെല്ലാം നന്നായി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നന്നാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് സംഗീത സംവിധാന രംഗത്തും സംഗീത രംഗത്തും എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്തൊക്കെയാണ് അവാർഡുകൾ നേടിയിരിക്കുന്നത്? എന്തായാലും ദൈവം സഹായിച്ച് സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവാർഡ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം എനിക്ക് ഭയങ്കര വളരെ സന്തോഷം. എനിക്ക് 4 അവാർഡ് ഈ വർഷം കിട്ടി. ഈ വർഷം ബിഗിനിങ്ങിൽ JC ഡാനിയൽ ഫൗണ്ടേഷൻ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, അത് കഴിഞ്ഞതിന് കണക്ട് ചെയ്ത് വിന്ധ്യ ഫിലിം അവാർഡ്സ് മഹാരാഷ്ട്രയിൽ ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ കിട്ടി. സത്യജിത്ത് റേ അവാർഡ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ കിട്ടി. പൂവച്ചൽ ഖാദർ സാറിൻ്റെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഇതിന് 2-3 വർഷം മുമ്പ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ബെസ്റ്റ് അവാർഡ് കിട്ടിയിരുന്നു. ഇതിപ്പം മ്യൂസിക്കിന് കിട്ടി. ഈ വർഷം അങ്ങനെ കുറച്ച് അവാർഡ്സ് കിട്ടി. അതല്ലാണ്ട് മരക്കാറിന് ശരിക്കും പറഞ്ഞാൽ തമിഴിൽ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ നവീൻ ഫിലിം അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് നേരത്തെ കന്നഡ സിനിമയ്ക്ക് എനിക്ക് 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ബിഗ് FM അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ മിർച്ചി മ്യൂസിക് അവാർഡ് സൗത്ത് ഇന്ത്യ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്കമിങ് മ്യൂസിക് കമ്പോസർ ഓഫ് ദി ഇയർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നു. ഇനിയും അങ്ങനെയുള്ള അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതൊരു പ്രചോദനമാവട്ടെ മുന്നോട്ടുള്ള അതെ അതെ തീർച്ചയായും താങ്ക് യു. നമ്മുടെ 5ാമത്തെ അവാർഡ് ദാനത്തിലാണ് നമ്മൾ കണ്ടത്. കണ്ടത് അതെ 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 ശരി അതെ 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 പ്രേം നസീർ പ്രേം നസീർ എനിക്ക് പ്രേം നസീർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സോറി വിട്ടുപോയി. മരക്കാറിന് എനിക്ക് പ്രേം നസീർ അവാർഡ് ഉണ്ടായിരുന്നു, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. അയ്യോ അത് ഞാൻ വിട്ടുപോയി. ആ സമയത്താണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അതെ അതെ അന്ന് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നു, നാടകത്തിലുള്ള അവാർഡ്. അതെ 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 അതെ